കാട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണിത്. കൊല്ലത്തിന് വടക്ക് വശം എടപ്പള്ളി കോട്ടയുടെ പടിഞ്ഞാറ് വശത്ത് കാണുന്ന വളരെ പുരാതന കാലം തൊട്ട് ഇവിടെ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ കാട്ടിൽ മേക്കതിൽ ദേവി. ഇവിടെ അമ്മയുടെ അടുക്ക വന്ന് ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ വഴിക്ക് വേണ്ടി മണി കിട്ടുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. അങ്ങനെ മണിയാണ്, കോടാനുകോടി മണിയാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. നോക്ക്, ഏതൊരു കാര്യവും അമ്മയുടെ അടുക്ക വന്ന് പറഞ്ഞിട്ട് മണി കെട്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച കാര്യം ആ സമയത്തിനുള്ളിൽ തന്നെ സാധിക്കും. അതിനുശേഷമാണ് മണി അഴിച്ചു മാറ്റുന്നത്. അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശം അറബിക്കടലാണ്. ആ അറബിക്കടലിനോട് ചേർന്നാണ് മതിൽ നിൽക്കുന്നത്. കടൽ നോക്കുക, വളരെ ശാന്തതയോടുകൂടിയാണ് കടൽ നിലകൊള്ളുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം തിരയടിച്ചും കരയെ അടിച്ച് നശിപ്പിച്ച് മണ്ണ് നശിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് തെക്ക് വശവും വടക്ക് വശവും എല്ലാം കാണുന്നത്. പക്ഷേ അമ്മയുടെ നടയുടെ പടിഞ്ഞാറ് വശത്ത് കാണുന്ന ഈ കടൽ വളരെ ശാന്തതയോടുകൂടിയാവും. അമ്മയുടെ ശക്തിയാണ് അവിടെ വെളിവാകുന്നത്. അമ്മയുടെ നടയിൽ വന്ന് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിൻ്റെ വഴിക്ക് വേണ്ടി ഇവിടെ വന്ന് ഭജനം പാർക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അങ്ങനെ ഭജനം പാർക്കുന്ന കുടിലാണ് ഈ കാണുന്നത്. വളരെ വിശാലമായിട്ട് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ കിടക്കുന്ന സ്ഥലമാണ് ഈ അമ്മയുടെ പരിസരം. സ്വർണ്ണക്കൊടി വരെയാണ് ഈ കാണുന്നത്. അമ്പലത്തേക്കുള്ള ശുദ്ധജലം സ്വീകരിക്കേണ്ട വഴിക്ക് വേണ്ടി കിണർ ഉരുളി പോലുള്ള തുടിയാണ് ഏറ്റവും ഉൾവശം വെച്ചിരിക്കുന്നത്. എത്ര മനോഹരമാണത്! ഈ കാണുന്ന ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഹാളാണ്. ഉത്സവമായി വരാൻ നേരത്ത് പ്രവചനാതീതമാണ് ജനങ്ങളുടെ ഇടിച്ചുകയറ്റം. മറഞ്ഞ
അമ്പലത്തിൻ്റെ തൊട്ട് വടക്ക് വശത്ത് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും മാത്രമല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കണമെങ്കിൽ അത് കഴിക്കേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള കടകൾ ഇഷ്ടം പോലുണ്ട്. ഇത് അന്നദാന മന്ദിരമാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായതും ശുദ്ധിയോടുകൂടിയുള്ള സ്ഥലമാണിത്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ MD തുളസി, പള്ളിക്കാവ്.